അപ്പോൾ നമുക്ക് മോമോസ് ഉണ്ടാക്കാം. മോമോസ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് 1/4 കപ്പോളം വെള്ളം അല്പാൽപ്പം ചേർത്ത് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. ഞാനിവിടെ മൈദ ഉപയോഗിക്കാൻ കാരണം ഇതിൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കേട്ടോ. അതൊക്കെ നമുക്കിത് ഗോതമ്പ് പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഗോതമ്പ് പൊടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ മോമോസ് ഉണ്ടാക്കാൻ നേരത്തെ നമ്മുടെ ചിലപ്പോൾ അതിൻ്റെ ഷേപ്പ് കറക്റ്റായി വരണമെന്നില്ല. അതിന് ഗോതമ്പ് പൊടിക്ക് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് മൈദയാകുമ്പോൾ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊക്കെയുള്ള ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. അതിനൊരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. പിന്നെ കുറച്ച് ഗാർലിക്, കുറച്ച് ജിഞ്ചർ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുക. പിന്നെ എരിവിന് ആവശ്യത്തിനായിട്ടുള്ള പച്ചമുളക്, ഞാനൊരു 2 പച്ചമുളക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഇതിലേക്ക് വേണ്ട സവാളയാണ്. സവാള ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് 2-3 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. പിന്നെ മോമോസിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം, പിന്നെ ക്യാബേജാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനൊരു ഇന്ന വെജിറ്റബിൾസ് ഒന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് അനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. പെട്ടെന്ന് വേവുന്ന തരത്തിലുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്തിരിക്കും നല്ലത്. ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം പോലുള്ള വെജിറ്റബിൾസ്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല, അതിൻ്റെ ഏകദേശം എല്ലാത്തിനും വേവ് പോലെയാണ്. നമ്മളധികം വേവിച്ചെടുക്കുന്നതുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഓർഡർ അനുസരിച്ചിട്ട് അങ്ങനെ ആഡ് ചെയ്യാം. ഇനി ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, പിന്നെ കുറച്ച് എരിവിനായിട്ടുള്ള കുരുമുളക് പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കൊറിയാണ്ടർ ചേർക്കുന്നുണ്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേനും. ഇതിൻ്റെ ടേസ്റ്റിൽ ആർക്കും ഇഷ്ടമാണെന്നില്ല, അപ്പം കൊറിയാണ്ടർ ഇഷ്ടമില്ലാത്തവർക്ക് അത് ആഡ് ചെയ്യേണ്ടത് ഓപ്ഷണലാണ്. ഞാൻ 2 ക്യാരറ്റ്, ഒരു പകുതി ക്യാബേജ്, ഒരു ക്യാപ്സിക്കം എന്നുള്ളതിലാണ് വെജിറ്റബിൾസ് എടുത്തിരിക്കുന്നത്. ശരിക്കും നമുക്ക് ഇത്രയും വെജിറ്റബിൾസിൻ്റെ ആവശ്യമില്ല, ഒരു 12-15 മോമോസാണ്. ഞാനിവിടെ കുറച്ച് എക്സ്ട്രാ ഫില്ലിങ്സ് എടുത്തിട്ട് കുറച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് പിന്നീട് മോമോസ് ഉണ്ടാക്കാം എന്നൊരു ഐഡിയയിലാണ്. പിന്നെ ലാസ്റ്റ് കുറച്ച് സോയ സോസും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഫില്ലിങ്സിൻ്റെ. വളരെ സിമ്പിളായിട്ട് നമുക്ക് മോമോസിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവെടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ മോമോസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് മൊത്തത്തിലുള്ള മാവെടുത്ത് വലുതാക്കി പരത്തുക. അതിനുശേഷം ചെറിയൊരു സ്റ്റീലിൻ്റെ ബൗൾ റൗണ്ട് ഷേപ്പിലെടുത്തിട്ട് കട്ട് ചെയ്ത് മുറിച്ചെടുക്കണം. ഇത് നമ്മൾ ഫുൾ മാവെടുത്ത് മൊത്തത്തിൽ വലുതാക്കി പരത്തുക. അതിനുശേഷം ഈ ബൗളെടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ബാക്കി വരുന്ന മാവ് പിന്നീട് വീണ്ടും സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. എടുക്കുക, എന്നിട്ട് പരത്തുക, ബോളെടുക്കുക, മുറിച്ചെടുക്കുക. അങ്ങനെ 1 കപ്പ് മാവിന് ഏകദേശം നമുക്കൊരു 12-15ഓളം മോമോസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഫില്ലിങ് ആഡ് ചെയ്ത് മോമോസിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഇവിടെ ഞാൻ 2 രീതിയിൽ ട്രൈ ചെയ്തു. ആദ്യത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മാവ് നമ്മുടെ കൈയുടെ അകത്തേക്ക് വെച്ചതിന് ശേഷം ഫില്ലിങ് ആഡ് ചെയ്യാൻ ഒതുക്കിയെടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് അതിൻ്റെ ഒരു എൻഡ് ഉള്ളിലേക്ക് ജസ്റ്റ് അമർത്തുക. എന്നിട്ട് 2 സൈഡിൽ നിന്നും പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ആദ്യം 2 സൈഡിൽ നിന്നും ഉള്ളിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുക, പിന്നെ 2 സൈഡിൽ നിന്നും പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് 2 കൈയും യൂസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ബാലൻസ് പോയ പോലെ തോന്നി. ഈ രീതിക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്തെടുത്താൽ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. എന്നാലും തരക്കേടില്ലാത്ത രീതിയിലൊരു ഷേപ്പൊക്കെ ആക്കി വന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പം. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഈസിയായിട്ട് എനിക്ക് തോന്നി. അതിൽ നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും തമ്പും ഇല്ലേ, അത് ജസ്റ്റ് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് മാവ് ഇറക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് ശരിക്കും കിട്ടും. അതിലേക്ക് ഫില്ലിങ് ആഡ് ചെയ്യുക, എന്നിട്ട് സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു കൈ മാത്രമാണ് ഡോമിനൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ കൈക്ക് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ആ മാവ് നമുക്ക് അകത്തേക്ക് തള്ളി വെക്കാനായിട്ടുള്ളൊരു ഗ്യാപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ രീതിക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എനിക്ക് ഈസി ആയിട്ട് തോന്നി. അതിൻ്റെ ഷേപ്പും കുറേശ്ശെ നമ്മുടെ കൺട്രോൾ പോവാതെ ആ ഷേപ്പും കുറച്ചുകൂടെ ഭംഗിയിൽ കിട്ടിത്തോന്നി. ഇനി മോമോസ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അതിനൊരു ഇഡ്ഡലി പാത്രം പോലത്തെ സ്റ്റീം എടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തടവി കിടക്കുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് അതൊന്ന് ശരിയാക്കി ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ മോമോസ് ഓരോന്ന് ഇറക്കി വയ്ക്കുക. അതിനുശേഷം ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചൂടോടുകൂടിയുള്ള മോമോസ് റെഡി ആയിട്ടുണ്ട്. സ്റ്റീം ചെയ്യുമ്പോൾ ഒരു 10-20 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി വേവാനായിട്ട്. ഒരു ഈവനിങ് സ്നാക്സിനൊക്കെ ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും നല്ലൊരു ഐറ്റമാണ്. കുറച്ചുകൂടെ ഹെൽത്തി ആവാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ ഗോതമ്പിൻ്റെ മാവ് ഉപയോഗിക്കാം മൈദയ്ക്ക് പകരം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ ചട്നിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്.